ആ കുട്ടിയില്ലേ കൃഷ്ണ, നിങ്ങളുടെ കൂടെ നിന്നിരുന്ന അവളുടെ അച്ഛനാരാ? അയാള് ജീവിച്ചിരിപ്പുണ്ടോ? എനിക്കറിയില്ല മാഡം. അവര് അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അച്ഛനെ കുറിച്ച് ആ കുട്ടി ഒന്നും പറയാറില്ലേ? ഇല്ല മാഡം. അവൾ എപ്പോഴും പറയാറുള്ളത് അവളുടെ അമ്മയുടെ അസുഖത്തിന്റെ കാര്യ. അവരുടെ ഓപ്പറേഷനുള്ള പണം അന്വേഷിച്ച ആ പാവം നടക്കുന്നത്. അവരെ ആരും സഹായിക്കാൻ പോലുമില്ല. സിനി, മാം, ആ ജോലിക്കാരിയോട് ഒന്നിങ്ങോട്ട് വരാൻ പറയും. സുനന്ദ, ആ കുട്ടിയുടെ പേരെന്താ? കൃഷ്ണ. എന്റെ മകളുടെ രൂപസാദൃശ്യമുള്ള കുട്ടിയാ. അവളെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ കുട്ടിയുടെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യാം. സത്യമാണോ മാഡം? അതെ. ആ കുട്ടിയെ വിവരം അറിയിക്കും. ഇന്ന് തന്നെ എന്നെ വന്ന് കാണാനും പറയും. പറയാം മാഡം. ഇക്കാര്യം തൽക്കാലം ആ കുട്ടി മാത്രം അറിഞ്ഞാ മതി. വേറെ ആരോടും പറയണ്ട. പോയിക്കോളൂ. വലിയൊരു കാര്യം മാഡം ചെയ്യുന്നേ. ആ കുട്ടിയുടെയും അവളുടെ അമ്മയുടെയും പ്രാർത്ഥന മാഡത്തിനുണ്ടാവും. പോയിക്കോ. മാം, എന്താ ഇങ്ങനെ? കാര്യമുണ്ട്. ഒരു മിനിറ്റ്. ഹലോ. ആ ഗോപാലേട്ടാ, നമ്മൾ പ്രതീക്ഷിച്ചത് നടന്നു. എന്തു പറ്റി? നിന്നെ പണിയെന്ന് പറഞ്ഞു വിട്ടാ? അതല്ല, കൃഷ്ണമോളുടെ കാര്യം. മാഡം ഇപ്പൊ എന്നെ വിളിപ്പിച്ചിരുന്നു. കൃഷ്ണയുടെ അമ്മയുടെ ഓപ്പറേഷനുള്ള പണം മാഡം തരാന്ന് പറഞ്ഞു. ആണോ? എന്റെ ഭഗവാനെ, സത്യമാണോടി? എത്രയും പെട്ടെന്ന് കൃഷ്ണമോളെ വിവരം അറിയിച്ചിട്ട് അവളോട് വരാൻ പറഞ്ഞിരിക്ക. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. കേൾക്കുമ്പം കൃഷ്ണമോൾക്കും തങ്കത്തിനും സന്തോഷമാവും. മണ്ടത്തിലൊന്നും കാണിക്കല്ലേ. മാഡം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ മാത്രം ഇത് അറിയാൻ പാടുള്ളൂ, അവളുടെ അമ്മയോട് പറയാൻ പാടില്ലാന്ന്. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. കാര്യങ്ങൾ ഓരോന്നായിട്ട് തെളിഞ്ഞു വരികയാണല്ലോ സുനന്ദേ. ഇനി ഇവരിൽ ആരാണ് രണ്ട് മക്കളെ പ്രസവിച്ചു എന്ന് മാത്രം അറിഞ്ഞാ മതി. ആ കണ്ടുപിടുത്തമൊക്കെ നമുക്ക് പിന്നെ നടത്താം. ഗോപാലേട്ടൻ പെട്ടെന്ന് കൃഷ്ണയെ വിളിക്കാൻ നോക്ക്. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാടി. ഓ, ആ പെങ്കൊച്ചിന്റെ അലച്ചിന് ഒരു പരിഹാരമായല്ലോ. ഓക്കെ.